നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നതും കൂടുതൽ പേർ ചൂസ് ചെയ്യുന്നതുമായ ഒരു ഫീൽഡാണ് ബിസിനസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2025-ൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. എന്നാൽ ഈ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം രണ്ട് സിമ്പിൾ ക്വസ്റ്റ്യനുകളോടെ. വാട്ട് ഈസ് ബിസിനസ് ആൻഡ് ഹൂ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ? വെൽക്കം ടു ടെക് ടോക്ക് പോഡ്കാസ്റ്റ്. അത് നമുക്ക് ആ രണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മുന്നോട്ട് പോകാം. വാട്ട് ഈസ് ബിസിനസ്? എന്താണ് ബിസിനസ്? ബിസിനസ്സിന് ധാരാളം നിർവചനങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസുകളോ സപ്ലൈ ചെയ്യുന്ന ഏതൊരു ഫോമിന് നമുക്ക് ബിസിനസ് എന്ന് പറയാം. അതൊരു നോർമൽ ഏതൊരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ അതെ ഏതൊരു അതെ പ്രൊഫഷണലോ ഗൂഗിൾ സെർച്ച് ചെയ്ത് വരുന്ന ട്രാൻസ്ലേഷൻ അല്ലാതെ ട്രാൻസ്ലേഷൻ ആണത്. ഒരു നല്ല രീതിക്ക് അവർക്ക് എങ്ങനെ ഒരു ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം ബിസിനസ് ഒരു എന്നുള്ളത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ പോവാം. ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ബിസിനസ് കടന്നു വരുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഒരു ക്രിയേറ്റീവ് മൈൻഡാണ്. ബിസിനസ്സിന് വേണ്ടത് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ബിസിനസ് മൈൻഡ് ക്രിയേറ്റീവ് വേണം. മൈൻഡിലുപരി ഒരു ബിസിനസ് മൈൻഡ് സെറ്റ്. ബിസിനസ് മൈൻഡ് സെറ്റ് അത്യാവശ്യം ഗ്രോത്ത് മൈൻഡ് ആണ്. ഫിക്സഡ് മൈൻഡ് ആകരുത്. ഫിക്സഡ് മൈൻഡ് സെറ്റും ഉണ്ട്, ഗ്രോത്ത് മൈൻഡ് സെറ്റും ഉണ്ട്. അതിൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ആകാതെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള കുറെ പ്രോബ്ലംസ് റിയലൈസ് ചെയ്യുക. ധാരാളം കുറെ പ്രോബ്ലംസ് കാര്യങ്ങളുണ്ട്, അത് റിയലൈസ് ചെയ്യുക. അത് റിയലൈസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് ബിസിനസിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് വേണ്ടത്. ആ സൊല്യൂഷൻ എന്ത് ചെയ്യണം? മാർക്കറ്റിങ്ങിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് മൈൻഡ് സെറ്റും പിന്നെ രണ്ടാമത് മാർക്കറ്റിങ്ങും. കാരണം ചിലർക്ക് മൈൻഡ് സെറ്റ് മാർക്കറ്റ് ചെയ്താൽ ഉണ്ടാവും. മാത്രം പോരാ, ആ മാർക്കറ്റ് ചെയ്തിട്ട് അതിന് ഒരു ഇൻകം ജനറേറ്റ് അതെ അതെ ചെയ്യാൻ. അതെ അതെ അതായത് ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സർവീസിനെ മാർക്കറ്റ് ചെയ്യാൻ അറിയണം. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് നല്ല ക്രിയേറ്റീവ് മൈൻഡും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇന്നൊരു പ്രൊഡക്റ്റ് ഈ ഒരു ഷോപ്പിലാണ് അല്ലെങ്കിൽ ഇന്നൊരു ഏരിയയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയണം. അറിയാതിരുന്നാൽ അതൊരു എന്താ ബിസിനസ് ഡൗൺ ആയി പോവുകയേ ചെയ്യുള്ളൂ. കാരണം കസ്റ്റമേഴ്സിനെ അറിയണം ഇന്നൊരു പ്രൊഡക്റ്റ് ഈ ഒരു ഷോപ്പിലുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു സർവീസ് ഇന്ന കമ്പനി അല്ലെങ്കിൽ ഇന്നൊരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രം ഒരു ബിസിനസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെ ഈ മാർക്കറ്റ് ചെയ്തിട്ട് അതായത് കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് അവർക്കൊരു സാറ്റിസ്ഫൈ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ബിസിനസ് എന്ന് പറയാം. അത് ചെറുകിട സംരംഭകർ മുതൽ വലിയ വലിയ ബിസിനസ്സുകാർ വരെ എല്ലാ സംരംഭകർ. ചെറുകിട സംരംഭകർ എന്നൊന്നുമില്ല. ഇപ്പൊ നോർമൽ ഒരു ചായക്കടയിൽ ഒരു ചായ വിറ്റിട്ട് ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിലും, ഒരു മൾട്ടിനാഷണൽ കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും, ബിസിനസ് ആണ്. അതെ, കാരണം ചെറുകിട വലികിട എന്നില്ല. ചില ആളുകൾക്കൊരു ചിന്തകളുണ്ട്, ഇന്ന ബിസിനസ് ചീപ്പ് ബിസിനസ് ആണ്, ഇന്ന ബിസിനസ് ഹൈ ബിസിനസ് ആണ്. ആദ്യം ആ താരതമ്യം തന്നെ എടുത്തു മാറ്റിയാല് മാറ്റിയിട്ട് വേണം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ. ഇതിലെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒന്നേ പറയണുള്ളൂ, വാട്ട് ഈസ് ബിസിനസ് എന്ന ഒരു ഡെഫിനിഷൻ ഇല്ല. അതെ നിങ്ങൾക്ക് അതെ ഗൂഗിൾ അതെ പോയി കഴിഞ്ഞാൽ ഒരു ഡെഫിനിഷൻ കിട്ടും. അതല്ല ബിസിനസ് ഉള്ളത്. ഒരാളെ ബിസിനസ് നിന്ന് ഉണ്ടാവുന്ന അനുഭവങ്ങളും അപ്പൊ അവർ പോരായ്മകളും അതിൽ റിക്കവർ ചെയ്യണതും അവന്റെ ആ സർവൈവലും ആ സ്റ്റോറിയാണ് നിങ്ങൾ ബിസിനസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തർക്കും ഡിപ്പെൻഡ് ആയിരിക്കും ബിസിനസ് എന്നുള്ളത്. ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരേ ഫീൽഡിൽ തന്നെയാണെങ്കിലും എന്റെ കൺസെപ്റ്റ് അവന്റെ കൺസെപ്റ്റിന് ബിസിനസ് നിന്ന് ഏറെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ബിസിനസ് എന്നുള്ളത് ഡിപ്പെൻസ് ആണ്. അതിനൊരു അതെ. പർട്ടിക്കുലർ ആശയമല്ല. അതിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുള്ള ഒരു നിർവചനം എന്നല്ലാതെ ബാക്കി ബിസിനസ് നമുക്ക് ഡിഫൈൻ ചെയ്യാനേ കഴിയില്ല. നമുക്ക് ആ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത പോയിന്റാണ്. അതായത് ഇതിൽ ശരിക്കും സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ബിസിനസ് സർവൈവിങ് ഇല്ല. അതായത് 1 ഇയർ 2 ഇയർ മുന്നോട്ട് പോകും, പിന്നീട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു കൊറോണയൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതേപോലെ കൊറോണകളൊക്കെ വന്നപ്പോൾ കുറെ ബിസിനസ് ഡൗൺ ആയി. പക്ഷെ ഈ ബിസിനസ്സിന് ഒരു സർവൈവൽ പീരീഡ് ഉണ്ടോ സത്യത്തില്? സത്യത്തിൽ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു സർവൈവൽ പീരീഡ് ഉണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കാരണം, അതായത് പ്രകൃതി കാരണം പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങൾ സർവൈവ് എന്തായാലും ഒരു ഡിപ്രസിയേഷൻ പീരീഡ് ഉണ്ടാവും, ഇല്ലേ? ഏതൊരു ഉണ്ടോ? ബിസിനസ് ആണ് ഡിപ്രസിയേഷൻ പീരീഡ് ഉണ്ടാവും. ആ ഒരു പീരീഡ് അതൊരു ചിലപ്പോ ഒരു വർഷമാകാം, ചിലപ്പോൾ ഒരു മാസമാകാം, ചിലപ്പോൾ 2 ദിവസം വരെ ആകാം. അത് എത്ര എത്ര അത് സർവൈവ് ചെയ്യാനുള്ള ആ കഴിവ്, ആ എബിലിറ്റി. എന്തൊക്കെയാണ് ഒരു സർവൈവിങ് ഫാക്ടർ? ഇപ്പൊ ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എന്തൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരു എബിലിറ്റി വേണം, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യണം ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇങ്ങനെ ട്രാജഡി ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഒരാൾ എന്തായാലും ബിസിനസ്സിൽ എക്സ്പെക്ടേഷൻ അതെ അതെ വേണമല്ലോ. അതെ. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യുക, എന്തൊക്കെ സർവൈവ് ചെയ്യാൻ ഞാൻ മുൻകൂട്ടി അതിന് കരുതണം? അതായത് ഒരു കൃത്യമായിട്ട് ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ്ങിലൂടെ വേണം പോകാൻ. ഈ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാനിങ്, അതായത് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന ബിസിനസ് ഒരു ടൈമിൽ ഉം ഉം. ഡൗൺ ആകും. ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ചിലപ്പോൾ ഡൗൺ ആകും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ സാമ്പത്തിക സാധ്യതകളെ കുറിച്ച് പഠിക്കണം. അതെ. അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്ന് എത്രത്തോളം ഇന്നത്തെ എക്കണോമി എന്താണ്,
ഇന്നത്തെ ട്രെൻഡിങ് രീതികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അപ്ഡേറ്റുകൾ വരുത്തണം. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോയിട്ടാണ് അപ്ഡേറ്റ്. അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരേ രീതിയിൽ പോകാതെ ഡെയിലി ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കൃത്യമായ പ്ലാനിങ് ഷെഡ്യൂളൊക്കെ ഉള്ള ഒരാളുകൾ അപ്ഡേറ്റ് എഐകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഭരിക്കുന്ന ഒരു കാലം ആ വന്നുകൊണ്ടിരിക്കുകയാണ്, അതെ അതെ വന്നുകൊണ്ടിരിക്കല തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ എന്താണെന്നില്ല നമ്മള് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ബിസിനസ് എന്താന്ന് പറയണം, നമുക്ക് സൊസൈറ്റിയിലോട്ട് തന്നെ ഇറങ്ങണം. ഇറങ്ങണം. ഇപ്പൊ എല്ലാ സ്റ്റുഡൻസിനായിക്കോട്ടെ ഒരു എന്റർപ്രണറിനായിക്കോട്ടെ നേരെ AI സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ സോഴ്സ് തൊട്ടരികിലോട്ട് വരികയാണ്. വരികയാണ് അപ്പൊ അതും വരികയാണ്. ഇമ്പാക്ട് അവർക്ക് സുഖകരമാവും. അതെ അതെ അതെ. AI ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്, ടൈം പീരീഡ് ആണ്. എല്ലായിടത്തും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ AI എഡിറ്റർ ഉണ്ട്. ഒരു വീഡിയോ നമ്മളൊരു പണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് അത് വിപുലീകരിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതായത് അതിനൊരു സ്റ്റാഫ് വേണം, രണ്ട് മൂന്ന് എഡിറ്റിംഗ് ചെയ്യാൻ സ്റ്റാഫ് വേണം, ക്യാമറ ചെയ്യാൻ സ്റ്റാഫ് വേണം. ഇന്നെ സംബന്ധിച്ച് നമ്മൾ കണ്ടിന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ അത് അപ്ലോഡ് ചെയ്ത് തരുന്നത് വരെ AI ആണ് അല്ലേ? AI തരുന്നുണ്ട്, പക്ഷെ അതിനൊരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് വേണം നമുക്ക്. അതെ അതെ AI ഒരു ഔട്ട്പുട്ടേ തരുന്നുള്ളൂ. അതെ അതിലോട്ട് ഇൻപുട്ട് ആരാണോ സക്സസ് ആയിട്ട് കൊടുക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ടേ നമുക്ക് വരുള്ളൂ. അതെ റിസൾട്ട് അപ്പോൾ വരുള്ളൂ. ഒരു ബിസിനസ്മാൻ അതിനുള്ള ഇൻപുട്ട് കൊടുക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം. അതൊരു AI നെ കൊണ്ട് ജനറേറ്റ് ആക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പ്രാക്ടിക്കൽ സെക്ഷനിൽ തന്നെയാണ് ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. ഒരിക്കലും ഒരു സിസ്റ്റമാറ്റിക്കോ ഒരു AI ഡെവലപ്മെന്റ് ചെയ്താൽ AI ഒരു പക്ഷെ നമുക്ക് ആശയങ്ങൾ തരാം, സൊല്യൂഷൻസും തരാം. ഉം, പക്ഷെ ഉം. പ്രശ്നങ്ങൾ ഒരിക്കലും AI പറഞ്ഞു തരണമെന്നില്ല. അതെ ആരാണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ചിന്റെ ബെനിഫിറ്റ്സ് ഒരു ഡൈമൻസ് ആ തരാൻ ഒരു കഴിയുള്ളൂ. സെർച്ച് എഞ്ചിൻ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൾ എന്തായാലും വേണം. കാരണം ഇന്ന് ശരിക്കും ഡാറ്റ അനാലിസിസ് ചെയ്യും ഉണ്ടല്ലോ എല്ലായിടത്തും. അത് പ്രോപ്പർ ആയിട്ട് അതൊരു അപ്ഡേറ്റ് ആണ്. അതായത് ആ ഒരു സംഭവം വരെ നമ്മൾ ഒരു ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ബെനിഫിറ്റ്സ് ഉണ്ട്. AI കൊണ്ട് അതെ ബെനിഫിറ്റ്സ് ഇല്ല എന്നല്ല. നമ്മളെ യൂട്ടിലിറ്റി അതേമാതിരി നമ്മളെ ഒരു പ്രോസസ്സിംഗ് ടൈം ഷോർട്ട് സ്പാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണം തന്നെയാണ് AI അതെ എന്നുള്ളത്. നമുക്ക് എന്ത് കാര്യം വന്നാലും സെർച്ച് ചെയ്താലും അപ്ഡേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നുണ്ട്. ഉപകാരങ്ങളുണ്ട് AI ഡാറ്റ അനാലിസിസ്. അതേപോലെ നമുക്ക് ഈ വിപുലീകരിക്കട്ടെ, ഭാവിയിൽ ഇനിയും നല്ല അതെ രീതിയിൽ അതെ വരട്ടെ. പക്ഷെ ഇതിന് പുറമെ ഈ 2025 നമ്മൾ തുടക്കം പറഞ്ഞ ടോപ്പിക്കിൽ തന്നെ ഒന്നും കൂടി നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. കാരണം എന്നാലും ചില ആളുകൾ ചെറിയ ഡൗട്ട് ഉണ്ടാവും. 2025 നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ വേർഡ് ശ്രദ്ധിച്ചില്ലേ? 2025 ബിസിനസ്സിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻസ്, ബിസിനസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ആ ഇമ്പോർട്ടൻസ് നമ്മളെ ടോപ്പിക്സ് തന്നെ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെ വാട്ട് ഈസ് ബിസിനസ്, അതാണ് ഒരു ഫസ്റ്റ് സെക്ഷൻ എന്നുള്ളത്. ഉം, ഉം, ഈ വാട്ട് ഈസ് ബിസിനസ് എന്നുള്ള അറിഞ്ഞതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുന്നേ അറിഞ്ഞിരിക്കണം. അതെ അതായത് എങ്ങനെ ബിസിനസ് ഇവിടെ ഡെവലപ്പായി, ഉം. ഏത് കാലത്താണ് വന്നിട്ടുള്ളതൊക്കെ. ഏത് കാലത്ത് വന്നതിന് ഇപ്പോൾ സോഴ്സ് ഇല്ല. എന്തായാലും ഞാൻ സോഴ്സില്ല. കുറച്ച് അതെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് പറയാം. ഈ ബിസിനസ് ഡെവലപ്പ് ആയത് ഫസ്റ്റ് ഇറ്റലി, ഇന്ത്യ എന്നുള്ള രാജ്യങ്ങളിലാണ്. ഉം. അതായത് ബാർട്ടർ സിസ്റ്റം നമ്മൾ ഈ ബാർട്ടർ 10ാം സമ്പ്രദായം. ക്ലാസ് 8ാം അതെ ക്ലാസ്സിലൊക്കെ നമ്മൾ അതെ പഠിച്ചിട്ടുണ്ട്. അതെ ബാർട്ടർ സിസ്റ്റം ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂഷൻ ഓഫ് ബിസിനസ് അറിയണത്. ഉം. അതായത് ഇപ്പോഴത്തെ ബിസിനസ് എന്താ, ഈ 2025 ബിസിനസ് എന്താണ്, നമ്മളെ കയ്യിലുള്ള സോഴ്സ് ഓഫ് മണി ചെലവഴിച്ചിട്ട് വേറെ പ്രൊഡക്റ്റ് വാങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് വാങ്ങുക ചെയ്യും. അതെ അതെ അപ്പൊ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കോ ഒരു ഇൻകം കിട്ടും. ആ അതെ ഇൻകത്തിൽ അയാളുടെ വരവ് ചിലവും ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും. പ്രോഫിറ്റ് ഉണ്ട്. അതാണ് ബിസിനസ് എന്നുള്ളത്. എന്നാൽ ഫസ്റ്റ് പീരീഡ് ഓഫ് ടൈമിൽ, ഉം, അതായത് ഉം. നമ്മളെ ഈ ആക്ഷൻ ടൈം എന്നൊക്കെ പറഞ്ഞ ടൈംസിൽ അതെ അതെ ബാർട്ടർ സിസ്റ്റം ചെയ്യുന്നു. ഉം. അതിൽ ഈ മണി അല്ല അതെ അതെ ഇമ്പോർട്ടൻസ്. അതായത് സാധനങ്ങൾക്ക് അന്ന് അവർക്ക് പകരം മണി അല്ലേ? ഇല്ല, അതായത് ആ പണം അല്ല അന്ന്. ആ അപ്പൊ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ആയത് വെച്ചാൽ ബാർട്ടർ സിസ്റ്റം ആണ്. ബാർട്ടർ ഉം, സിസ്റ്റം എന്താ എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടി പറയാം. ഉം, നമ്മളെ കയ്യിലൊരു പ്രൊഡക്റ്റ്, ഉം, ആ പ്രൊഡക്റ്റ് ചെലവാക്കിയിട്ട് ഉം, നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ഏൺ ചെയ്യുക. ഉം, അതൊരു ഉം. സോഴ്സ് ഓഫ് ബിസിനസ് ആണ്. അതെ അങ്ങനെയാണ് ഫസ്റ്റ് ബിസിനസ് ഉണ്ടായിട്ടുള്ളത്. ആ ഉണ്ടായിട്ടുള്ളത്. ഒരു ബാർട്ടർ സിസ്റ്റം ഈ ബിസിനസ് എന്നുള്ള ഒരു കൾച്ചർ ഡെവലപ്പായി ഇങ്ങനെ വന്നിട്ടുള്ളത്. ഉം, ഉം. പിന്നെ അതൊരു തോട്ടായി, എന്തുകൊണ്ട് ഞാനൊരു സാധനം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ടോ സാധനം വാങ്ങുന്നു, അതെനിക്ക് ലാഭകരം ഇതായി. അപ്പൊ ആ സാധനം വാങ്ങാൻ നമുക്ക് വേറെ സോഴ്സ് ഉണ്ടോ, ഉം. അതിൽ നിന്നാണ് ഇൻകം ജനറേറ്റ് ചെയ്തത്. അതെ ഫസ്റ്റ് അതെ കോയിൻ ഡെവലപ്പ് ആയത് ഇറ്റലിയിലാണ്. ലിഥിയ എന്നുള്ള ഇറ്റലിയിലാണല്ലേ? കൺട്രിയിലാണ് അതെ കോയിൻ ഡെവലപ്പ് ആയത്. ആ കോയിൻ പ്രകാരമാണ്, ആ കോയിൻ വന്നതിന് പ്രകാരമാണ് നമ്മൾ ബിസിനസ് മണിയിലോട്ട് ട്രാൻസ്ഫർ ആയത്. ഉം, പിന്നെ ഉം. നമ്മൾ ഈ ബാർട്ടർ സിസ്റ്റം മാറി ഇൻകം കൊടുത്തിട്ടാണ് സാധനങ്ങൾ ഏൺ ചെയ്ത് തുടങ്ങിയത്. അതെ. ഇത് ഈ ബാർട്ടർ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ച് മാറാനുള്ള ഒരു ഇടയ സാഹചര്യം എന്ന് ഉം. പറയുന്നത് ഇത് തന്നെയല്ലേ? അതായത് ഫസ്റ്റ് കോയിൻ അതെ ഇൻവെൻഷൻ തന്നെയാണ് അതെ കാരണം ഞാൻ അതിനിടയായത്. ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോയിനിലേക്ക് മാറാൻ മെയിൻ കാരണം പ്രൊഡക്റ്റിന്റെ വാല്യൂ അല്ലേ? അതെ അതായത് അതെ. രണ്ട് പ്രൊഡക്റ്റും ഇപ്പൊ എന്റെ കയ്യിൽ ഗോൾഡ് ആണ്, ഉം. അപ്പോ നിഖിലിന്റെ കയ്യിൽ എന്താ ഒരു സിൽവർ ആണോ സിൽവർ അല്ലെങ്കിൽ ആണ്, വേറെ ഫുഡ് പ്രൊഡക്റ്റ് ഫുഡ് ആണോ നോക്കി. പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂല്യം വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ അയാളെ നീഡ് അതാണ്. അതെ ഒരു നീഡ് അച്ചീവ് ചെയ്യുന്നതാണ്, ഒരു അതെ നീഡ് കൊടുക്കാൻ അതെ കഴിയുന്നതല്ല അതെ ആ ബിസിനസ് എന്നുള്ളത്. പോയിന്റിലേക്കാണ് ഞാൻ വന്നത്. അതായത് നീഡ്, അതായത് കസ്റ്റമേഴ്സിന്റെ കസ്റ്റമേഴ്സിന് നീഡ്. നീഡ്, ആ നീഡ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊടുക്കുന്ന ഒരാളാണ് ഏറ്റവും നല്ലൊരു ബിസിനസ്സുകാരൻ എന്ന് ഞാൻ അതെ അതെ പറയും. അതെ. എനിക്ക് അതാണ് എൻ്റെ ഒരു ധാരണ. അതേപോലെ ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റീസ്, ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ക്വാളിറ്റീസ് എന്താണ്? ബിസിനസ് എന്ന് പറയുമ്പോൾ അതിലേറെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ് ക്വാളിറ്റീസ്. കാരണം ബിസിനസ് അറിയുന്ന ഒരാൾ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന ഒരാളായിരിക്കും. എന്തൊക്കെ ക്വാളിറ്റീസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പേഴ്സണൽ ക്വാളിറ്റി അല്ല ബിസിനസ് അതെ അതെ എന്നുള്ളത്. ബിസിനസ് എന്നുള്ളത് ഫസ്റ്റ്ലി നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് വേണം.
പിന്നെ മാർക്കറ്റ് എന്താന്ന് പഠിച്ചിരിക്കണം നമ്മൾ. അറ്റ്ലീസ്റ്റ് ആ മാർക്കറ്റിൽ എന്താണ് ഉള്ള കാര്യങ്ങളും അതിന്റെ ചുറ്റുപാടും പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് നമ്മളൊരു പ്ലാൻ, ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഒരു വിഷയം സൊസൈറ്റിയിൽ എന്താണ് നീഡ് എന്നുള്ളത് നമ്മളൊരു കാൽക്കുലേറ്റബിൾ ആയിരിക്കണം. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ നീഡ് നമ്മളെങ്ങനെ സൊല്യൂഷൻ കൊടുക്കാം, ആ സൊല്യൂഷൻ നമ്മളെങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ആ മാർക്കറ്റ് ചെയ്തിട്ട് ആ സൊല്യൂഷൻ എങ്ങനെ അവർക്ക് കിട്ടുന്നു, ആ കിട്ടുന്നതിന് നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ബിസിനസ് എന്നുള്ളത്. ഒരു അതെ ബിസിനസ്മാൻ വേണ്ടത് ഈ ഒരു തിരിച്ചറിവാണ്. ഒരു സമൂഹത്തിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ നീഡോ, അപ്പൊ നിനക്ക് വേണ്ട ഒരു നീഡ് ഞാൻ മനസ്സിലാക്കി അത് സൊല്യൂഷന് ഞാൻ അപ്ലൈ ചെയ്തു, ആ സൊല്യൂഷൻ വേറെ രീതിയിൽ ഞാൻ മാർക്കറ്റിംഗ് ചെയ്തു, മാർക്കറ്റ് ചെയ്യും. ആ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ബിസിനസ് പരിചരിക്കാം. അതെ അതെ. പ്രോഫിറ്റിന് ഇപ്പൊ ആളുകൾക്കുള്ള ഒരു ഇതാണ്, ഇന്ന ബിസിനസ്സിന് ഇത്ര പ്രോഫിറ്റ് ഉണ്ട്, ഇന്ന ബിസിനസ്സിന് പ്രോഫിറ്റ് വളരെ കുറവാണ്. ആ ഒരു ചിന്താഗതിയുള്ള ആളുകളോട് എന്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എന്തൊക്കെ ഈ പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫേമിന്റെ ഓണറും അതുപോലെ അതിന്റെ ചുറ്റുപാടിരിക്കുന്ന ആൾക്കാരും തമ്മിലാണ്. അയാൾ നിർവചിക്കുന്ന റേറ്റ് എത്രയാണോ അതാണ് അതിന്റെ റേറ്റ് എന്നുള്ളത്. റേറ്റ് എന്നുള്ളത്? പിന്നെ ആ റേറ്റ് എങ്ങനെ വരുന്ന വെച്ചാൽ അത് ഈ കംപ്ലീറ്റ്ലി ഒരു മാർക്കറ്റ് റേറ്റ്, പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്ന കുറച്ച് റൂൾസും കാര്യങ്ങളും അതിനെ എൻഗേജ് ചെയ്തിട്ടുള്ള റേറ്റ് ആണുള്ളത്. ഒരിക്കലും ഒരു 5 രൂപേന്റെ പെണ്ണ് 15 രൂപയ്ക്ക് വിറ്റാൽ ഒരിക്കലും ആരും വാങ്ങണമെന്നില്ല. പക്ഷെ ഈ വാങ്ങണമെന്നില്ല. 5 രൂപേന്റെ പെണ്ണ് തന്നെ കുറച്ച് രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് ഈ പെണ്ണിന്റെ ഉപയോഗം എന്താണ് വരുന്നത്, നമുക്ക് പെണ്ണ് കറക്റ്റ് നീഡ് ഓഫ് പെൻ എന്താണ്, എഴുതുക എഴുതുക എന്നുള്ളതാണ്. അതെ. എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് സാധാരണ ഒരാൾക്ക് നോർമൽ ചിന്തിച്ചാൽ എനിക്ക് ഒരു 2 രൂപേന്റെ പെന്ന് മാർക്കറ്റിലുണ്ട്, 3 രൂപയുടെ പെന്നുണ്ട്, 10 രൂപയുടെ ഉണ്ട്, നല്ല വില കൂടിയ ബ്രാൻഡഡ് പെന്നുണ്ട്. അപ്പൊ ആളെ അട്രാക്ട് ചെയ്യുന്നതാണ് ഒരു പെണ്ണിന്റെ പർപ്പസ് പറഞ്ഞത് എഴുതുക എന്നുള്ളതാണ്. പക്ഷെ ഒരാളെ നീഡ് എന്തായിരിക്കും, ആ എഴുതുമ്പോ ആ പെണ്ണ് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ കളേഴ്സ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ബിൽഡ് ക്വാളിറ്റി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാവും. അപ്പൊ അതിനെ ഈ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് റേറ്റ് കംപ്ലീറ്റ്ലി വേരി അതെ, ഈ ചെയ്തുകൊണ്ടിരിക്കും. ചില പെന്നുകൾ ഹാൻഡ് റൈറ്റിംഗ് വളരെ സ്മൂത്ത് ആയിരിക്കും. പലർക്കും അതെ കുറെ അതെ. അങ്ങനെ ഇപ്പൊ ഈ പൂക്കി നെക്സ്റ്റ് മൈൻഡ് സെറ്റിലുള്ള അതെ ആൾക്കാർക്കൊക്കെ പറയണവർക്ക് ഈ റോസ് പിങ്ക് കളേഴ്സ് ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. ചൂസ് ചെയ്യുന്നത്. നോർമൽ ആയിട്ട് ഒരു ബ്രില്യൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ തിങ്കിങ് ജസ്റ്റ് പർപ്പസ് ഓഫ് എന്താ റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ 2 രൂപന്റെ പെന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ കംഫർട്ട് ചെയ്യണത് ഒരു 5 ഒരു 10 ആ ഒരു രീതിയിലാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതായിരിക്കണം എന്നില്ല നീ ചൂസ് ചെയ്യണത്. അതെ അതെ. അപ്പോ ഒരാളെ നീഡ് അതാണ്, എന്റെ നീഡ് ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്. അപ്പോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരെ പ്രോഫിറ്റ് എന്നുള്ളത്. ബേസിക് നീഡിനനുസരിച്ച് ഒരു ബിസിനസ് ബേസിക് നീഡും അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഈ നോർമൽ റൈറ്റിംഗ് എന്നല്ലാതെ അയാൾ തന്നെ ഇൻവെർഷൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോഫിറ്റ് എന്നുള്ളത്. ഈ ചില ബിസിനസ്സുകാർ, അതായത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ വീഡിയോസോ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അതായത് ഇങ്ങനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന ആളുകൾ, അതായത് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആളുകൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഹൂ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്നുള്ളതാണ്. അതെ അതെ, ഹു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. ഈ ഒരു ആളുകൾക്ക് ഉള്ള രണ്ടാമത്തെ സെക്ഷനിലേക്ക് തന്നെ നമുക്ക് പോവാം. അത് ഹു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. അതിനൊരു ഒരു ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം നമുക്ക്? ഹൂ ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്നുള്ളതിന് ഫസ്റ്റ് പ്രൈമറി പറഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ ഒരു പ്ലാൻ വേണം എന്തായാലും. ആ പ്ലാനിൽ എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിസിനസ്സിലോട്ട് ഇറങ്ങാന്നുണ്ടെങ്കിൽ പല രീതികളുണ്ട്. നമുക്ക് നമ്മളൊരു ജീവിതാനുഭവത്തിൽ തന്നെ നമുക്ക് പറയാം. ഒരു കാര്യം ചെയ്യാം, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ബിസിനസ്സിന്റെ പോസിറ്റീവ് വശങ്ങൾ, എൻ്റർ ചെയ്യുന്ന ടൈമിലുള്ള പോസിറ്റീവ് വശങ്ങൾ അതായത് പറഞ്ഞത് ഇപ്പൊ നമ്മളെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പറയാം, വേറെ ആളെ ഒരു എക്സ്പീരിയൻസ് അല്ല, നമ്മളെങ്ങനെ ബിസിനസ്സിലേക്ക് എൻ്റർ ആയി, നമ്മളെങ്ങനെ ചെയ്തു, ആ ഒരു നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. നമ്മളെങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്തത്, നമ്മൾ ഒരു എറണാകുളം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പ്യൂർലി നമ്മൾ പറയാം നമ്മൾ എഞ്ചിനീയേഴ്സ് ആണ്, നമ്മൾ 2021 പാസ് ഔട്ട് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണ്. അത് കഴിഞ്ഞ് നമ്മളൊരു കോഴ്സിന് പോയി, എറണാകുളത്ത് ഒരു കോഴ്സ് പോയി. ആ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അതിന്റെ നെക്സ്റ്റ് ഇയർ തന്നെ നമ്മൾ വർക്കിന് കയറി. ആ വർക്കിന് കയറുന്നതിന് മുന്നേ നമ്മൾ കോഴ്സ് തുടങ്ങി ഫിനിഷ് ആവുന്നതിന് മുന്നേ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, നമുക്കൊരു കൺസ്ട്രക്ഷൻ ഫേം തുടങ്ങണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അതിന് തുടങ്ങിയിട്ടില്ല. കാരണം എന്താണ്, ചിന്ത അത്രയ്ക്കും ഡെവലപ്പ് ആയിട്ടില്ല. നമ്മളൊരു പ്യൂർലി സ്റ്റഡിങ് വന്നിട്ടുള്ളൂ, പഠിക്കാന്നുള്ള കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ബിസിനസ്സിലോട്ട് വന്നിട്ടില്ല. ബട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അപ്രോച്ച് ചെയ്തു. അവർക്ക് നമ്മൾ സൈറ്റ് എഞ്ചിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ 3 ആൾക്കാരാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. അപ്പൊ ഞാൻ വരുന്നുണ്ട്, അതുൽ വരുന്നുണ്ട്, ബർക്കത്ത് വരുന്നുണ്ട്, എന്റെ പേര് നിഖിലാണ്. അപ്പൊ ആ 3 പേരും കൂടി ഇടയ്ക്കിടയ്ക്കുള്ള സംഭാഷണത്തിൽ നിന്നും അതുപോലെ നമ്മൾ ഡെയിലി വിളിക്കുന്ന കോഴ്സിൽ നിന്ന് നമുക്കൊരു ആശയങ്ങൾ ഉണ്ടായി. നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത ആശയങ്ങൾ നമ്മൾ തട്ടിക്കൊട്ടാൻ തുടങ്ങി. എല്ലാവരും അങ്ങനെ തന്നെ ആവും. ഒരുപാട് ആശയങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ടാവും. അതൊരു പർട്ടിക്കുലർ ടൈം ആകുമ്പോഴാവും മുന്നോട്ട് വരിക. അപ്പൊ അങ്ങനെ ആശയങ്ങൾ വന്ന് നമ്മൾ ഡെയിലി അതിനെപ്പറ്റി സംസാരിച്ചു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പെട്ടെന്ന് നമുക്ക് പ്ലാൻ ആയി ഒരു ന്യൂ ഇയർ ടൈമിലായി. ഇപ്പൊ ഇതാണ് നമ്മുടെ ബെസ്റ്റ് ടൈം എന്നുള്ള രീതിയില് 2023 ന്യൂ ഇയർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ, നമ്മൾ ഒരിക്കലും നമ്മളെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിന് ബഡ്ജറ്റ് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ക്ലിയർ അല്ല. ആ ഒരു പോയിന്റ് ക്ലിയർ അല്ല എന്നല്ല, പൊതുവെ എന്താണ് നേരത്തെ പറഞ്ഞാണ് ഈ അറിവ്. എന്തുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതില്ല, ഒരു അറിവിനാണ് പറയുന്നത്.
തുടങ്ങിയില്ല എന്നല്ല, അറിയില്ല, അതാണ് സത്യം. അതെ. ഒരു ബിസിനസ്സിക്ക് എങ്ങനെ എൻ്റർ ആവണം, അതിന്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെ, അതിന്റെ പ്രാക്ടിക്കൽ ഫോർമാലിറ്റീസ് എന്തൊക്കെ, ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെ അറിയാത്തൊരു ബേസിക് നോളജ് കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ തുടങ്ങി. ഒരു തുടങ്ങി. ലോഞ്ച് ഇട്ടു, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ്, എല്ലാവരും ഇപ്പൊ ചിന്തിക്കണ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങി, ഒരു ഇമെയിൽ ഐ ഡി തുടങ്ങി, അതിനൊരു പേര് ഇട്ടു, ടെക് ഹൗസ് ബിൽഡേഴ്സ് എന്നുള്ളത്. അത് പ്രകാരം നമ്മൾ തുടങ്ങി. പിന്നെ എന്താ സ്റ്റാർട്ടപ്പ് ചെയ്തു. ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂടുതൽ ഒരു കൺസ്ട്രക്ഷൻ ഫേമിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഫേമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കി തുടങ്ങി. അവർക്ക് ബ്രോഷർ ഉണ്ട്, കാര്യങ്ങൾ ഇതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ബ്രോഷറാണ്. ആ ബ്രോഷറിന് എങ്ങനെ റേറ്റ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം നമുക്ക് അറിയില്ല. അതെ. അപ്പൊ അതങ്ങനെ മാറി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പാക്കേജിങ് ഇങ്ങനെ തുടങ്ങി. അങ്ങനെ നമ്മളെ പാർട്ണർ ബർക്കത്ത് പറഞ്ഞതാണ് നമുക്കൊരു സബ് വർക്കിലൂടെ നമുക്ക് മുന്നോട്ട് അതെ. പോവാന്നുള്ളത്. അത് അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ തുടക്കം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത് സബ് വർക്കിലൂടെയാണ്. ആ സ്റ്റാർട്ട് ചെയ്യാനൊരു കാരണമുണ്ട്. ഈ ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ കമ്പനി രജിസ്ട്രേഷൻ പറഞ്ഞു, അതിനൊരു മാർക്കറ്റ് ഓഫ് ഇൻകം വേണം. നമുക്ക് എടുക്കുന്ന സാലറി നമ്മൾ പ്യൂർലി ഒരു വർക്കിന് നമ്മൾ റിസൈൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ടല്ലേ. അപ്പൊ നമുക്കുള്ള സാലറി എന്നല്ല, സർവൈവല്, ഫുഡ് കഴിക്കാൻ, സ്റ്റേ, അങ്ങനത്തെ ട്രാവൽ, ഇതിനുള്ള സാലറി അതിന് വേണ്ടി വന്നു. അപ്പൊ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്, നമ്മൾ സബ് പിടിച്ച് തുടങ്ങി, വർക്ക് സബ് അതെ. പിടിച്ചിറങ്ങി. ആദ്യം വർക്ക് കിട്ടി, അതിന് ഡെവലപ്പായി, പിന്നീട് ഒരു വർക്ക് കിട്ടി, അതിന് ഡെവലപ്പായി, അങ്ങനെ ഡെവലപ്പായി ലാസ്റ്റ് ഒരു അടിയിലോട്ട് എത്തി നമ്മൾ. അതെ. അതെന്താ, പ്ലാനിങ് ഇല്ല, തകർന്നു പോയി നമ്മളൊരു നിമിഷത്തില്. എന്തായാലും തകർന്നു. നമുക്ക് സമ്മതിക്കാൻ ഒരു മടിയുമില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഷെഡ്യൂളിംഗ് ഈ അല്ലായിരുന്നു. 2023 നമ്മളെ ഒരു ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 4 വർക്ക്സ് നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതെ. അതെ. 2023 ഒരു 23. 1 ഇയറിനുള്ളിൽ നമ്മൾ 4 വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തു സബ് അതെ. ഫീൽഡിൽ. അത് അതിന് വലിയൊരു ഇൻകം അച്ചീവ്മെന്റ് ജനറേറ്റ് തന്നെയാണ്. ആയിട്ടില്ല എന്നല്ല, പക്ഷെ അതെ. പ്രോഫിറ്റ് ആയിരുന്നില്ല. അതെ. കാരണം എന്താണ്, നമ്മളെ സർവൈലിംഗ് ആയിരുന്നു അതിൻ്റെ. അതെ. പിന്നീട് നമ്മൾ അത് മാറി, അതായത് അന്ന് നോർമൽ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്, അന്ന് കൊമേഴ്ഷ്യൽ ഫീൽഡിലോട്ട് മാറി. ആ കൊമേഴ്ഷ്യൽ ഫീൽഡിൽ നിന്ന് മാറിയപ്പോൾ കുഴപ്പമില്ലാത്ത പ്രോഫിറ്റും കാര്യങ്ങളും വരൽ തുടങ്ങി. ആ ഒരു ബ്ലോക്കിംഗ് ഒരു ടൈം ഉണ്ടായിരുന്നു നമുക്ക്. അതായത് നമ്മളെ എപ്പോഴും ഒരു പീക്ക് ടൈമിന്റെ ഒരു ഡൗൺഫാൾ ഉണ്ടാവില്ല. പീക്ക് ടൈം അല്ല, റണ്ണിങ് ടൈമിൽ തന്നെ നമുക്ക് ഡൗൺഫാൾ ഞാൻ സംഭവിച്ചു. മുന്നേ പറഞ്ഞൊരു ഡിപ്രിസിയേഷൻ പോലെ തന്നെ ഒരു ഡൗൺഫാള്. അതായത് 2023 നമ്മൾ 4 വർക്ക്സ് കംപ്ലീറ്റഡ് ചെയ്തിട്ട് നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ ഫീൽഡിലോട്ട് ഇറങ്ങി. ആ കൊമേഴ്ഷ്യൽ ഫീൽഡിൽ നിന്ന് ഒരു പകുതി ആയപ്പോഴത്തേക്കും നമ്മൾ ഡൗൺഫാൾ സംഭവിച്ചു. ആ ഡൗൺഫാൾ നല്ലത് അത്യാവശ്യം ഒരു 4 ലാക്ക്, ഒരു 4 to 6 ലാക്ക് വരെ നമുക്ക് ലോസ് വന്നു. ആ ലോസ് വന്നതും നമുക്ക് കുറെ വേറെ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചു. പിന്നീടുള്ള 1 ഇയർ സ്റ്റെക്ക് ആയിരുന്നു നമ്മളത്. ആ 1 ഇയർ സ്റ്റെക്ക് എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് ബിസിനസ് എന്നുള്ളത് എന്താന്ന് പഠിക്കൽ തുടങ്ങിയത്. ആ 1 ഇയർ ഓഫ് 6 മന്ത് ഓഫ് ബ്രേക്ക് ഉണ്ടാവും. ഈ 6 മന്ത് ഓഫ് ബ്രേക്കിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബിസിനസ്സിലായിരുന്നു നമ്മള്. കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് എന്താണ്, ആ ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെ പോരായ്മകൾ സംബന്ധിച്ചോ, അതിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, പാക്കേജസ് എന്താണ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചൂസ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ ഇടയിൽ നമ്മൾ മുന്നേ ക്ലയന്റ്, ഒരു ക്ലയന്റ് ഉണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലയന്റ് ഓക്കെ പറഞ്ഞു. ആ ക്ലയന്റ് ഓക്കെ വർക്ക് എഗ്രിമെന്റ് പ്രകാരം നമുക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങി. അതായത് 2025 സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും നമ്മൾ ക്ലോസ് ചെയ്യാൻ വേറെ ജോബിലോട്ട് മൂവ് ചെയ്യാന്നുള്ള സിറ്റുവേഷനിൽ ആയിപ്പോയി. നമ്മൾ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, 2 ആൾക്കാർ വേറെ ജോബിലോട്ട്, ഒരാൾ റൺ ചെയ്യാന്നുള്ള പ്ലാനിലായി. പിന്നീട് ആ ഒരു ഇൻകം വന്നതിലൂടെ നമുക്ക് ഇനി വന്നൊരു സ്കോപ്പാണിത്. അതായത് ബിസിനസ്സിൽ നമുക്ക് വന്നൊരു ലാസ്റ്റ് പിടിവള്ളി എന്ന് പോലത്തെ ഒരു സംഭവമാണ്, ലാസ്റ്റ് ഹോപ്പാണത്. ആ ഹോപ്പ് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ള സിറ്റുവേഷനിൽ എത്തൽ തുടങ്ങി. ആ മണി ഞങ്ങൾ സക്സസ്ഫുള്ളി യൂസ് ചെയ്തെന്ന് തന്നെ പറയാം. ആ വർക്കിനും ബാധിക്കാതെ, നമ്മളെ കൺസ്ട്രക്ഷനും ബാധിക്കാതെ ഫസ്റ്റ് നമ്മളൊരു സ്ഥാപനം ക്രിയേറ്റ് ആയിപ്പെട്ടു. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അതിന്റെ ലീഗൽ ഡീറ്റെയിൽസും ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എൻ്റർ ആയി. ഇപ്പൊ നമ്മളും നിങ്ങളെ പോലെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളെക്കാളും ചിലപ്പോൾ നിങ്ങൾ എന്റർപ്രൈസിനേക്കാൾ ഒരു പിടി തൊട്ട് മുകളിലാവും നമ്മൾ, പക്ഷെ ഒരിക്കലും സക്സസ് ആയ ബിസിനസ് ടോപ്പിലാവണമെന്നില്ല. അപ്പോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയ ഈ ഒരു സംഭവം ഇനി വേറെ ആർക്കും പറ്റരുത്, അവർ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ തുടങ്ങിയതാണ് ഈ ടെക് ടോക്സ് പോഡ്കാസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്ഷൻ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, വാട്ട് ഈസ് ബിസിനസ് എന്നുള്ളത്. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടൊരു സിറ്റുവേഷൻ നമ്മളെ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതില് മെയിൻ ആയിട്ട് പറയേണ്ടത്, നിങ്ങൾ ഇത്രയും നേരം കേട്ടില്ലേ, ഇതില് മെയിൻ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. സർവൈവൽ. ഞങ്ങൾ സർവൈവ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻസ് ബേസ് ചെയ്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഹൈ സാലറി ജോബ്സിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. ഉറപ്പായിട്ടും. അതെ. പക്ഷെ ഞങ്ങൾ ആ സർവൈവ് ചെയ്ത ആ ഒരു എബിലിറ്റി, ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ തന്നെ, ആ സർവൈവൽ മാത്രമല്ല, പ്യുവർ ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചത്. ഒരിക്കലും നമ്മൾ ഒരു വർഷം നമ്മൾ മാറ്റി വെച്ചത്, ഒരു വർഷം ബിസിനസിനെ കൂടി പഠിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വർഷം. അതായത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ലൈസൻസുകൾ, എന്തൊക്കെ പേപ്പേഴ്സ്, എന്തൊക്കെ നമുക്ക് പറ്റിയ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു തകർന്ന ഒരു ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ കാരണം ഓൾറെഡി നമ്മൾ ബിസിനസ് ഉപേക്ഷിച്ച് പോയ ആളുകളുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല, ഇതേപോലെ റിക്കവർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിൽക്കുന്നുണ്ടാവും.
അതായത് നിങ്ങളെ നെഗറ്റീവ്സ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ 1 by 1 ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. അത് എന്താ മിസ്റ്റേക്കുകൾ, എന്നിട്ട് ആ ഒരു മിസ്റ്റേക്സുകളെ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ്. ഞാൻ ആദ്യം പറഞ്ഞു ബിസിനസ്സുകാരന് വേണ്ടത് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയാത്ത സൊല്യൂഷൻസ് ആണെങ്കിൽ സൊല്യൂഷൻ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ പോകണം, അപ്രോച്ച് ചെയ്യണം. അപ്രോച്ച് ചെയ്യണം. അപ്രോച്ച് ചെയ്തതിന് ശേഷം ആ സൊല്യൂഷൻ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റും ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ സർവേയിൽ കൂടുതൽ നമ്മൾ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ 2023 മുതൽ 2022ന്റെ ബിഫോർ നോക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ്മെന്റ് ലൈഫ് കീപ്പ് ചെയ്ത് പോയത് തന്നെ. എന്നാൽ 2023 to 25 എന്നുള്ള ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് സർവേയിലിന്റെ ഏറ്റവും പീക്ക് ടൈം വരുന്നത്. ബിഗ് ടൈം. അതായത് ഇൻകം ഇല്ല എന്ന് നമുക്ക് പറയാം. ഒരു ഇൻകം ഇല്ല, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മുടെ ഫാമിലീസ് ആണ്. അതിനും അവരോട് എന്താണ് നമുക്ക് കടപ്പാടിന്റെ ആവശ്യമില്ല, കാരണം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ പക്ഷെ ആ ഒരു സർവൈവൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഒരു ജോബ് എംപ്ലോയി ചിന്തിക്കാൻ പറ്റുന്നതിലേറെ അധികമാണ്. അതാണ് നമ്മൾ ഈ പോർഷനിലാണെങ്കിലും ഇതിന് തൊട്ട് മുന്നുള്ള പോർഷനിലാണ് നമ്മൾ കംപ്ലീറ്റ്ലി പറയുന്നത് സർവൈവലാണ്. ഹു ക്യാൻ സർവൈവ് അയാൾക്ക് മാത്രമാണ് ഒരു ബിസിനസ് റൺ ചെയ്യാൻ കഴിയുള്ളൂ, എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ. എന്റെ മൈൻഡ് സെറ്റിലും ഏകദേശം അത് തന്നെയാണ്. കാരണം ഒരാൾക്ക് വേണ്ടത് സ്ഥിരത, അതായത് ഒരു സ്ഥിരത വേണം ബിസിനസ്സിൽ. കൺസിസ്റ്റൻസി. റിസ്ക് എടുക്കാൻ എപ്പോഴും റിസ്ക് വരും. അതായത് നമുക്ക് നാളത്തെ കാര്യം നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, നാളെ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. പക്ഷെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെയുള്ള ഒരാളുകൾ എന്തായാലും ബിസിനസ്സിൽ വിജയിക്കും. നിങ്ങൾ തകരും, ചിലപ്പോൾ നാളെ തകരും, പക്ഷെ മറ്റന്നാൾ ഒരു ദിവസം അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം നിങ്ങൾക്കുള്ളൊരു വിജയമായിരിക്കും. സെർവ് ഏൺ ആൻഡ് ഗ്രോ എന്നാണ് ബിസിനസ്സിൽ പറയുന്നത്. അതായത് സെർവ് ചെയ്യുക, അതിൽ നിന്ന് ഏൺ ചെയ്യുക, അതിൽ നിന്ന് വലുതാവുക, ഗ്രോ ചെയ്യുക, അതാണ് ബിസിനസ് എന്നുള്ളത്. പിന്നെ ചില ആളുകൾക്ക് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അത് പ്രത്യേകം പറയും. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് ചിലവർക്ക് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് ഇന്ന സാലറി, ഇന്നൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഡ്രോപ്പ് ചെയ്യും. കാരണം അവർ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഇന്ന ലൈഫ് വേണമെന്നുള്ളത്. പക്ഷെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അതായത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റിസ്ക് എടുത്ത് നമ്മൾ പല തകർച്ചയിലും അഭിമുഖീകരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഓവർകം ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ട് ഒരു കാര്യം പറയാം, നമ്മളിതൊരു കണ്ടന്റ് ആയിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. ബിസിനസ് തുടങ്ങാൻ പണം ആവശ്യമുണ്ടോ എന്നുള്ളത്, മണി വേണോ ബിസിനസ് തുടങ്ങാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അല്ല നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, നമ്മൾ തുടങ്ങിയ സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ ബിസിനസ് തുടങ്ങാൻ ഒരിക്കലും പൈസ എന്നുള്ളത് ഒരു ഫാക്ടർ അല്ല. നമുക്ക് ഈ നെക്സ്റ്റ് കണ്ടന്റ്സിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്താം, എന്തായാലും ചെയ്യണം. കാരണം അത് കുറെ പേർക്കുള്ള ഒരു ഇതാണ്. പിന്നെ ക്യാഷിന്റെ പ്രശ്നം, ചിലവർക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ ക്യാഷ് ഇല്ല. അതൊരു സ്റ്റെക്കായി നിൽക്കാന്ന് ഞാൻ പറയുള്ളൂ. കാരണം ബിസിനസ് നമ്മളെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മളെ ഇൻകം കണ്ടെത്തിയത് എങ്ങനെയാണ്, ഒരു സബ് വർക്ക് പിടിച്ച് അതിന്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല, ആ ഇൻകത്തിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഇങ്ങനെ മെല്ലെ മെല്ലെ ഗ്രോ ആയി വരും. ആരുടെങ്കിലും ഗ്രോ ആവും. നിങ്ങളൊരു നല്ല സാക്രിഫൈസ് തന്നെ ആയിരിക്കും. അതെ അത് നിങ്ങളൊരു 2 ഇയർ നിങ്ങൾക്ക് ബിസിനസ്സിൽ കൺസിസ്റ്റന്റ് ആയിരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3ാമത്തെ ഇയർ, അതായത് 3rd ഇയറിൽ നിങ്ങൾ ഒരിക്കലും സക്സസ് ആവുമെന്ന് പറയില്ല. പക്ഷെ നിങ്ങളൊരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, ഈ 2 ഇയർ പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും ബിസിനസ് എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് പറ്റിയ പോരായ്മകൾ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് പറ്റിയ കാര്യങ്ങളും അതുപോലെ ഇനി എന്തൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് മെച്ചപ്പെടുത്താമെന്ന് നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ബിസിനസ് പ്രോഫിറ്റ് ആകാൻ പറ്റാത്തതും നിങ്ങൾ എങ്ങനെ ബിസിനസ് റൺ ചെയ്യാന്നുള്ളതും. അതെ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. ഹു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ. കറക്റ്റ് ഒരു കൃത്യമായ ധാരണയിൽ ഒരു ബിസിനസ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. ഈ മൈൻഡ് സെറ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, ആവശ്യങ്ങൾ എന്താ, അവരുടെ പ്രോബ്ലംസ് എന്താ, ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ്. റെക്കഗ്നൈസ് ചെയ്യണം, അതായത് തിരിച്ചറിയണം. ഇതിന് ശേഷം ഈ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം കൃത്യമായ രീതിയിൽ ഇതിനോട് സൊല്യൂഷൻസ്, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷനാണ്. അത് കറക്റ്റ് സൊല്യൂഷൻ, റിസൾട്ട് ഉണ്ടാവണം. റിസൾട്ട് ഉണ്ടാവണം. പിന്നീട് ഇതിൽ ഈ ഒരു കസ്റ്റമേഴ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, അതായത് ആ സൊല്യൂഷൻ മാർക്കറ്റ് ചെയ്യണം. മാർക്കറ്റ് ചെയ്യണതാണ് മൂന്നാമത് വേണ്ടത്. ഈ സൊല്യൂഷൻസ് എല്ലാം അതിന് ശേഷം മാർക്കറ്റ് ചെയ്യുക. നമുക്ക് ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്യുക. കാരണം ധാരാളം മാർക്കറ്റിംഗ് ഉണ്ട്. ഗൊറില്ല മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, പലതരത്തിലുള്ള മാർക്കറ്റിംഗ്. അത് വേറൊരു സെക്ഷനാണ്, നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ റിസോഴ്സുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളുടെ റിസോഴ്സുകൾ നിങ്ങൾ കറക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്.
അതായത് അത് മെയിൻ ഞാൻ ലാസ്റ്റ് പറയാൻ വെച്ചൊരു കാര്യമാണ്, അത് റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ചെറിയൊരു ഫേം ആയിക്കോട്ടെ വലിയൊരു ഫേം ആയിക്കോട്ടെ, നിങ്ങളുടെ റിസോഴ്സുകൾ, അതായത് നിങ്ങളുടെ സ്റ്റാഫ് ആയിക്കോട്ടെ നിങ്ങളുടെ ഉപകരണങ്ങളായിക്കോട്ടെ, എല്ലാം നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് ടൈം, ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ടൈമും എഫോർട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൃത്യമായ രീതിയിൽ എഫോർട്ടും കാര്യങ്ങൾ എടുക്കുക. വെറുതെ കുറേ ടൈം കളയാതെ കൃത്യമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം സ്റ്റാഫിന് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകൾ എന്തായാലും ലേബേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും, അവരെ കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യുക, അവരുടെ കഴിവിനനുസരിച്ച് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞതിനൊക്കെ എക്സ്പ്ലനേഷൻ ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. വാട്ട് ഈസ് ബിസിനസ് എന്നുള്ള അറിയണ ഒരാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാനും പറ്റും. പറ്റും. അതായത് Sure ആണ്. എന്താണ് ബിസിനസ് എന്ന് അറിയണവന് നല്ല രീതിയിൽ ബിസിനസ് എന്തായാലും ഷുവറായിട്ട് ചെയ്യാൻ Sure ആണ്. പറ്റും. അതെ. ഇതിന് പുറമെ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം, ബിസിനസ്സിൽ തകർച്ചയുണ്ടാകാം വളർച്ചയുണ്ടാകാം. അതിന് രണ്ടിനും ഓവർകം ചെയ്ത് റൺ ചെയ്യുക. പിന്നെ ഏതൊരു ബിസിനസ്സുകാരനും ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ലഹരി തന്നെയാണ്, ത്രില്ലാണ്. അപ്പൊ ആ ത്രില്ലുള്ളിടത്തോളം കാലം അവരാരും പരാജയപ്പെടില്ല. സർവൈവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും സൊല്യൂഷൻസ് കാണാൻ നോക്കുക. അതായത് ഇത്രേ ഉള്ളൂ. ഹു ക്യാൻ നോ ദ ബിസിനസ് ഹി ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്നുള്ളതാണ്. അതെ. അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു എക്സാമ്പിൾ നമ്മളെ കൺസിഡർ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പോ ഈ ഒരു പോഡ്കാസ്റ്റ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം 3 ഫയൽസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെ. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ കൺസ്ട്രക്ഷൻ്റെയാണ്, ടെക് ഹൗസ് എന്നുള്ളത്. ഇത് നമ്മളെ ഡീറ്റെയിൽസ്, അതായത് നമ്മളെ ഡിസൈൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അടുത്തത് ഇതിന്റെ പാക്കേജസ് ആണ്, എന്തൊക്കെയാണ് വരുന്നത്, എത്രയാണ് റേറ്റ് എന്നുള്ളതിന്റെ ഒക്കെ പാക്കേജസ് ആണ് വരുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഈ കിയോസ്ക് എന്നുള്ളത്. ഇത് നമ്മളെ വേറെ ബിസിനസ് ആണെന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു പോഡ്കാസ്റ്റിൽ ഇത് വെച്ചെന്നുള്ളത്, ഇതാണ് അതിന്റെ മാർക്കറ്റിംഗ്. ഈ ഒരു രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബിസിനസ്. വേറെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ബിസിനസ് നമ്മൾ ഇതിലൂടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്, ഒരു മാർക്കറ്റിംഗ് ആണ്. അത് തന്നെയാണ്. അങ്ങനത്തെ കുറെ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആരാണോ അയാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഓൾറെഡി ഉള്ള സിസ്റ്റംസ് അല്ലാതെ, ഉള്ള സൊല്യൂഷൻസ് അല്ലാതെ പുതിയ കാര്യങ്ങൾ ഉണ്ടാകൂല എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ പുതിയ മാർക്കറ്റിംഗ് രീതികൾ തന്നെ വരാം. ഇപ്പൊ തന്നെ നമ്മൾ കുറെ കാണുന്നതാണ് മാർക്കറ്റിംഗ്, വെറൈറ്റി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. അതെ അതെ. ഫീൽഡ് ബിസിനസ് പിടിച്ചിരിക്കുന്നത് തന്നെ ഇപ്പൊ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് പണ്ട് കൂടുതലും പ്രാക്ടിക്കലിലായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഡയറക്ട്ലി കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യുക, ക്ലയൻസിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നീഡ്സ് ഡെലിവറി ചെയ്യാൻ ഡയറക്ട്ലി പ്രാക്ടിക്കലായിട്ട് ആക്സസ് ചെയ്യാന്നുള്ളതായിരുന്നു. ഇപ്പൊ മാർക്കറ്റ് ത്രൂ ആണ് എല്ലാവരും ക്ലയൻസിന് ജനറേറ്റ് ചെയ്യുന്നത്. അതെ അതെ. കാരണം ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ആണ്. social media കമ്പനീസ് ചൂസ് ചെയ്യാൻ തുടങ്ങി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം എല്ലാവരുടെയും മൊബൈൽ ഫോൺ ആയതുകൊണ്ട് കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ എത്തും. അപ്പം അതൊരു വലിയൊരു മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം. ഇതിനൊന്നും നിർവചനങ്ങളല്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത് വാട്ട് ഈസ് ബിസിനസ് എന്നുള്ളത്, ഹു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്നുള്ളതല്ല. നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരുണ്ടാവും ചിലപ്പോൾ വീഡിയോ കാണുന്നവര്. അതെ. അപ്പോ കാരണം ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ്, ചിന്തകളാണ് ബിസിനസ്സിന്. അതിന് കറക്റ്റ് ഒരു നിർവചനമല്ല. എന്തായാലും ഒരു ബിസിനസ്സുകാരൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സെക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങളും നിങ്ങളതായുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ നോക്കുക. ഒരു ബിസിനസ് ഇനി ഈ ഒരു സെക്ഷൻ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനൊരു റെമഡി ക്രിയേറ്റ് ചെയ്യുക, അതിനെ സൊല്യൂഷൻ കാണുക, അതിനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക. പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം. ഇതിനൊന്നും നിർവചനങ്ങളല്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത് വാട്ട് ഈസ് ബിസിനസ് എന്നുള്ളത്, ഹു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്നുള്ളതല്ല. നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ളവരുണ്ടാവും ചിലപ്പോൾ വീഡിയോ കാണുന്നവര്. അതെ. അപ്പോ കാരണം ഓരോരുത്തർക്കും ഓരോരോ രീതികളാണ്, ചിന്തകളാണ് ബിസിനസ്സിന്. അതിന് കറക്റ്റ് ഒരു നിർവചനമല്ല. എന്തായാലും ഒരു ബിസിനസ്സുകാരൻ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു സെക്ഷൻ കണ്ടാൽ തന്നെ നിങ്ങളും നിങ്ങളതായുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ നോക്കുക. ഒരു ബിസിനസ് ഇനി ഈ ഒരു സെക്ഷൻ ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിനൊരു റെമഡി ക്രിയേറ്റ് ചെയ്യുക, അതിനെ സൊല്യൂഷൻ കാണുക, അതിനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുക. ഇനി എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇത് ജസ്റ്റ് നമ്മളെ സ്റ്റാർട്ടിങ് വീഡിയോസ് ആണ്. അതായത് വാട്ട് ഇസ് ബിസിനസ് എന്താ. ഇനി ഞങ്ങളെ സെക്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വലിയ സെക്ഷൻസ് ആണ്. ഒരുപാട് സെക്ഷൻസ് വരാനുണ്ട്, ക്ലയന്റ് ഇന്ററാക്ഷൻസ് വരാനുണ്ട്, അതുപോലെ ഓഡിയൻസ് ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അങ്ങനെ ഒരു ബിസിനസ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാന്നുള്ളതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആദ്യം നിങ്ങൾക്ക് തരേണ്ടത്. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ഉണ്ട്. കാരണം ഭയങ്കര വലിയൊരു ഫീൽഡ് തന്നെയാണ് ബിസിനസ് എന്നുള്ളത്. അതുകൊണ്ട് വളരെ പാളി പോകാൻ എളുപ്പമുള്ള ഒരു ഫീൽഡാണ്. അതെ. ലവ് ഫെയിലിയറിനെക്കാളും വേദനയുള്ള ഒരു ഫീൽഡാണ് ബിസിനസ് ഫെയിലിയർ എന്നുള്ളത്. വേദനയാണ്. നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം.
ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലാണ്ടെങ്കിൽ തുടർന്നുള്ള വീഡിയോസിലും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതൊരു ഇൻട്രൊഡക്ഷൻ ബേസിക് ആണ് തുടക്കം എന്നുള്ളത്. വാട്ട് ഈസ് ബിസിനസ് എന്നുള്ളതും ഹു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ എന്നുള്ളതിന് നിർവചനം നമ്മൾ തരേണ്ടതായിട്ടുള്ള നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മളതായിട്ടുള്ള ഒരു ആശയം നിങ്ങൾക്ക് പങ്കുവെച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നോളജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അതെ. എന്നാൽ നമുക്ക് ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതെ. താങ്ക്സ് ഫോർ വാച്ചിങ്.